30-40 വയസ്സാകുമ്പോഴത്തേനൊക്കെ ഓരോരോ രോഗങ്ങളായില്ലേ? ഇല്ല, ശരിക്കും അമ്മമാരെ പാല് കുടിക്കലില്ല ഇപ്പത്തെ കുട്ടികള്. നമ്മള് ഇപ്പൊ തേക്കാൻ വെച്ച മണ്ണ് ഇതാണ്, ഈ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. ഈ പറമ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ അരച്ച് ഇതിന്റെ ഇതാക്കിയിട്ട് ഇതേമാതിരി നെയ്സ് കൺമഷി പോലെ ആക്കിയിട്ട് നമ്മളതിൽ തേച്ചു. ആ കല്ലും ഈ പലകയും ഒരേപോലെ ആവണം, അപ്പോഴേ ഇത് ചട്ടിയാവുക. അത് മണ്ണിന് പോലും മണ്ണ് ചവിട്ടലും മണ്ണ് തിന്നലും മണ്ണ് തന്നെ. മണ്ണിലാണ് ജീവിതം, മണ്ണിലാണ് ജീവിതം. തേച്ച് വെച്ച് ഇങ്ങനത്തെ ഒരു തേക്കലും കൂടി തേക്കണം, നല്ല ഉണങ്ങിയിട്ട് ഒന്നും കൂടി തേച്ചിട്ട് വേണം. മിൻസപ്പെടുന്ന കണ്ടില്ലേ? ഇത് കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 120 രൂപ വരും. ഞാനിവിടെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 130-135. അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ തന്നെ വെക്കുക. പിന്നെ അതിനെടുത്ത് ഗ്യാസിൽ വെക്കാൻ പറ്റില്ല, രണ്ട് ചൂടാണ്. ടെമ്പറേച്ചർ മാറും, അത് പൊട്ടിപ്പോകും. ഇത് കുഴപ്പമില്ല, നമ്മളെ ദോശക്കല്ലാണ്. ദോശക്കല്ല്, മണ്ണിലെ ദോശക്കല്ലേ? ഇത് മീൻ പൊരിക്കാൻ ഉപയോഗിക്കാം, അങ്ങനത്തേനൊക്കെ. കുട്ടിയുടെ നമസ്കാരം. നമസ്കാരം ഏട്ടാ. നമ്മൾ ഈ മൺപാത്ര നിർമ്മാണം എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു ജോലിയാണ്, ഒരു തൊഴിലാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ അപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാരാണ് ഇത് കൊണ്ടുപോകുന്നത്, പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് ചേട്ടനെ തിരക്കി പിടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവും. ഞാനിവിടെ കൊടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മണ്ണ് കൊണ്ടുവരുന്നത്. ഈ മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ ഇതാണ് മണ്ണാണിത്, ഇതാണ് കളിമണ്ണ്. ഇത് തീരാറായി, ഇപ്പോൾ വേനലാവാനായി. ഇപ്പോൾ വേനലിന് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കളിമണ്ണ് വേണം. കളിമണ്ണ് തന്നെ വേണം, വേറെ ഒരു മണ്ണും പറ്റില്ല. ഈ നമുക്ക് വയൽ അങ്ങനെ കിട്ടുന്ന മണ്ണൊന്നും പോരാ, അതൊന്നും പറ്റില്ല. കറക്റ്റ് കളിമണ്ണ്, കറക്റ്റ് കളിമണ്ണ്. ഇതെങ്ങനെയാണ് ഈ കളിമണ്ണ് കിട്ടുന്നത്? ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടക്കല്ല് പട്ടാമ്പിയ വഴിക്കൊക്കെ ഇതുണ്ട്. പക്ഷെ ആരെങ്കിലും കിണർ കളിച്ചാൽ അത് എടുത്തു കൊണ്ടുവരികയാണ് നമ്മള്. അങ്ങനെയാണ് എടുക്കുന്നത്. അതായത് കിണർ ഖനനം ചെയ്യാൻ പറ്റില്ല. കിണർ കുത്തുന്ന മണ്ണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആരെങ്കിലും കിണർ കളിച്ച് പറമ്പിലിടാൻ പറ്റില്ല എന്ന് പറയും, അപ്പൊ നമ്മൾക്ക് തരും. അതിന് 24,000-28,000 രൂപ വരും ഇവിടെ ഒരു ലോഡ് എത്തുമ്പോൾ. ഒരു ലോഡ് 28,000 രൂപ എന്ന് പറയുമ്പോൾ ഏത് വണ്ടിക്ക് വരുമ്പോഴത്തേക്കാണ്? അത് നിസാന്റെ വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് 28,000 രൂപ വരും. അതിൽ നിന്നാണ് നമ്മൾ തുച്ഛമായ ലാഭം എടുത്ത് ജോലി കൂലിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറെ പൊട്ടിപ്പോവും, കുറെ പൊട്ടിപ്പോകുന്നത്. കുറെ ചൂളയിൽ പൊട്ടിപ്പോയത് പിന്നെ ഒന്നിനും പറ്റില്ല. അല്ലാതെ നമ്മൾ ഈ പച്ചയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മിക്സ് ചെയ്തെടുക്കാം. പച്ചയിൽ പൊട്ടിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാം, എന്നാൽ അത് കളിമണ്ണാവും. ചുട്ട് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല, അത് പിന്നെ വേസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു 100 മൺപാത്രം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കറക്റ്റ് ആയിട്ട് കിട്ടും? എത്ര കയറി 100 ഉണ്ടാക്കിയാല് ചിലപ്പോ 100 പോവും, ചിലപ്പോ ഒരു 100 കിട്ടും, ചിലപ്പോ 90 കിട്ടും, ചിലപ്പോ 80 കിട്ടും, ചിലപ്പോ പകുതി കിട്ടും. അത് ചൂളയിൽ വെക്കുന്ന മാതിരിയാണ്, ചൂളയിൽ കിട്ടുന്ന മാതിരിയാണ്. ചൂളയുടെ ചൂട് മാറുക, അങ്ങനെ എന്തെങ്കിലും സംഭവം ചൂള കംപ്ലൈന്റ് ആയാലൊക്കെ പോവും. ഇത് നഷ്ടം ലാഭമുണ്ട്, ചിലപ്പോ 100 കിട്ടും, ചിലപ്പോ ഒന്നും കിട്ടാതാവും. നമ്മുടെ സെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ടോ? എങ്ങനെയാണ്? ഓൺലൈൻ സെയിൽ ഇപ്പോൾ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അവർ കുറേ ആൾക്കാർ എന്നോട് വന്നു ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ 20-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെ ഇരുന്നാലും, കേരളം എന്നല്ല എല്ലാ സ്ഥലത്തേക്കും ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ 20-ാം തീയതി മുതൽ അവർ ഇപ്പം ഇന്നലെ ഒരു ടീം കൊണ്ടുപോയിട്ടുണ്ട്, അവർ ഇപ്പോൾ 20-ാം തീയതി മുതൽ സ്റ്റാർട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സെയിൽ എങ്ങനെയായിരുന്നു? ഇതുവരെയുള്ള സെയിൽ ഞാൻ ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ കൊടുക്കലാണ്. നമ്മളെ ഈ മലപ്പുറം ജില്ല സ്ഥലങ്ങളിൽ അല്ലേ? നമ്മൾ കറക്റ്റ് സ്ഥലം പറഞ്ഞില്ലായിരുന്നു? കറക്റ്റ് സ്ഥലം തന്നെ മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരൂർ റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ. അവിടെ വെങ്ങാലൂര് തലക്കാട് വില്ലേജ് ഓഫീസിന്റെ അടുത്ത്. തലക്കാട് വില്ലേജ് ഓഫീസിന്റെ അടുത്താണ് നമ്മുടെ സ്ഥലം വീട് വരുന്നത്. അതെ. ചേട്ടന്റെ കൂടെ വേറെ തൊഴിലാളികൾ വല്ലതുണ്ടോ? ആരുമില്ല, ഞാനും അച്ഛനും അമ്മയും ഭാര്യയും. അച്ഛനാണല്ലേ പുറകിൽ? അച്ഛനും അമ്മയും ഭാര്യയും കൂടിയാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ വണ്ടിയിൽ കയറ്റിയിട്ട് എല്ലാ വീടുകളിലും എത്ര കിലോമീറ്റർ വരെ ചേട്ടൻ? ഞാനൊരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ പോവാറുണ്ട്. ഈ അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിന്റെ ഇടയ്ക്കും നമുക്ക് ഇതിൽ ലോസ് വരാറുണ്ടല്ലേ? നഷ്ടങ്ങൾ വരാറുണ്ട്? ചിലപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്, ചിലതൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് എന്നാലും ഏട്ടാ ഈ നമ്മൾ മെയിനായിട്ടിരിക്കുന്നത് ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊന്ന് കാണാനായിട്ട് നമുക്ക് നേരെ അതിന്റെ അകത്തോട്ട് കയറി സ്വാഗതം ചെയ്യും നിങ്ങളെ. അച്ഛൻ്റെ പേര് കുപ്പൻ. എത്ര വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ട്? അച്ഛൻ വന്നിട്ട് ഒരു 70 വർഷമായിട്ടുണ്ടാവും. 70 വർഷമായിട്ടുണ്ട്.
അച്ഛൻ്റെ നിന്നാണ് മോന് ഞാൻ ഇത് കിട്ടിയത്. ഓക്കെ, ഇത് ഒരേ സൈസ് കലമാണോ ഇങ്ങനെ കൊണ്ടുപോകാൻ? ഇത് അമ്പലത്തേക്ക് ഉള്ളതാണ്. അമ്പലത്തേക്ക് പൊങ്കാലക്കല. ഓ, പൊങ്കാലക്കലാണ്. അപ്പോഴത്തേക്ക് അമ്പലത്തിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കലങ്ങളാണല്ലേ? ഇത് പിടിച്ചട്ടിയാണ്. പിടിച്ചട്ടി. ഇത് വെന്തത് ഈ ചട്ടിയാണിത്. ഈ ചട്ടി ഇത് പണി ഇപ്പം ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ. ഇനി ഇതേമാതിരി ആക്കി തരും. അവസാനം ഇതേ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ആവും. ഇനി ഇതിൽ പിടിയൊക്കെ വെക്കാനുണ്ട്. പിടി മുറിച്ച് ഇതിൽ വെക്കണം. ഓക്കെ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ആദ്യം ഒന്ന് കാണിച്ചാൽ എങ്ങനെയൊക്കെയുള്ള ടൈപ്പുകളാണ് നമുക്ക് മയക്കി കൊടുക്കുക? അങ്ങനത്തെ പരിപാടി. ഇത് മയക്കേണ്ട ആവശ്യമില്ല. ഇത് ചകിരിയും വിറകും ഇട്ടിട്ട് വേവിച്ചതാണ്. ഇത് മയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസിലൊക്കെ വെക്കുന്ന ചട്ടികളാണ്. ഗ്യാസിൽ വെച്ചാൽ പൊട്ടി പോകത്തില്ല. ഗ്യാസിൽ വെക്കുന്ന ഗ്യാസിൽ തന്നെ വെക്കുക, വിറകിൽ വെക്കുന്ന വിറക്. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഗ്യാസിൽ വെക്കാനായിട്ടും അങ്ങനല്ല, ചട്ടിയെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ചൂടും രണ്ട് വ്യത്യാസം. അതായത് നമ്മളിപ്പോ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ തന്നെ വെക്കുക. പിന്നെ അതിനെടുത്ത് ഗ്യാസിൽ വെക്കാൻ പറ്റില്ല. രണ്ട് ചൂടാണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ ഇത് ആർക്കും അങ്ങനെ അറിയില്ല. അതെ, പലരും അടുപ്പിൽ ഉപയോഗിക്കുന്നു. എല്ലാരും പറയും കറുത്ത ചട്ടി കുഴപ്പമില്ല. കറുത്ത ചട്ടി കുഴപ്പമില്ല. പക്ഷെ കറുത്ത ചട്ടി എന്താണ്, അത് കളറ് വ്യത്യാസം തന്നെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ മണ്ണെല്ലാം ഒന്ന് തന്നെ. കളറ് വ്യത്യാസം. നമ്മള് കളറാക്കുന്ന പറഞ്ഞാല് ഇത് പറമ്പിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് അരിച്ച് അതൊക്കെ നമുക്കൊന്ന് നോക്കാം ചേട്ടാ. അതിന് മുന്നേ നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കി വരുമ്പോൾ ഈ കളറാണ് വരുന്നത് അല്ലേ? അതെ, ചട്ടി ആ മണ്ണിന്റെ കളർ തന്നെ. ആ മണ്ണിന്റെ കളർ, കളിമണ്ണിന്റെ കളർ തന്നെയാണ് വരുന്നത്. അതിനെ നമ്മൾ അവസാനം ചുട്ടെടുത്ത് ഈ കളറാക്കും. അതെല്ലാം നമുക്കൊന്ന് കാണാം. അതിന് മുന്നേ നമ്മൾ ഇപ്പൊ കണ്ട കുറച്ച് ചട്ടികളുണ്ടല്ലോ, ഏതൊക്കെ ഉപയോഗിക്കും? ഇത് ഗ്യാസിലൊക്കെ വെക്കുന്നതാണ്. ഇത് മീൻകറി ഒക്കെ ഉണ്ടാക്കാൻ ഒരു 3 4 മീൻകറി ഉണ്ടാക്കാൻ പറ്റിയ ചട്ടി ഗ്യാസിലൊക്കെ വെക്കുന്നത് ഉണ്ടാക്കാം. ഇതിന് നമുക്ക് ഡൈ ഒന്നും ഇല്ലല്ലോ, ഇതെല്ലാം കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാം. കൈയാണ്, അല്ലാതെ മെഷീൻ ഇല്ല. ഡൈ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറക്റ്റ്? ഇതിപ്പോ ഒരു സൈസ് ചട്ടിയാണ്. അടുത്ത ചട്ടി ഉണ്ടാക്കുമ്പോൾ സൈസ് കൂടി പോവേ കുറഞ്ഞു പോവേ അങ്ങനെ ഒരു നൂലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഈ ചട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചേട്ടൻ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര വില വരുന്നുണ്ട്? ഇത് കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 120 രൂപ വരും. ഞാനിവിടെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 130 135 അങ്ങനെ ആ റേഞ്ച് അങ്ങനെ കിട്ടും. ചേട്ടൻ കടകൾക്ക് സെയിൽ ചെയ്യാണ് അല്ലേ? അവർ എന്നിട്ട് അവർ മാർജിൻ എടുത്തിട്ട് വിൽക്കുക. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഒരു വെറൈറ്റി മോഡൽ. ഇതിൽ നമ്മൾ സ്റ്റീലിന്റെ പിടി വെച്ച് കൊടുക്കും. സ്റ്റീലിന്റെ പിടി വെച്ചതുണ്ടോ ഇവിടെ? ഉണ്ട്. സ്റ്റീലിന്റെ പിടി വെച്ചത് ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ ചായപാത്രമാണ്. ചായ പിന്നെ പാലൊക്കെ കാച്ചാനും കുട്ടികളുള്ളടത്തൊക്കെ പാല് കാച്ചാനും മണ്ണിന്റെ കാച്ചി കൊടുത്താൽ നല്ലതാണ്. അതെ, മറ്റേ അലൂമിനിയത്തിലും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയാണ്. അതെ, ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ ഈ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള മണ്ണ് പോലുള്ള ഇതിലോട്ട് വരുന്നുണ്ട്. അസുഖങ്ങൾ കൂടി വരുമ്പോൾ അപ്പൊ ഇതിൽ കഴിച്ചാൽ അങ്ങനത്തെ ഒരു അന്ന് പണ്ടത്തെ കാലത്തിലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. അസുഖങ്ങളും കുറവായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ ശേഷം ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ പിടി വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ സ്റ്റീലിന്റെ പിടി വെച്ച് കൊടുക്കും. ഇതിലിങ്ങനെ വെച്ച് കൊടുക്കും, കണ്ട. അപ്പൊ നമുക്ക് ഇറക്കാനും പിടിക്കാനും സൗകര്യമായി. ഇത് ഇറച്ചിയൊക്കെ 1 കിലോ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഈ ചട്ടിയുടെ പിടിയെല്ലാം ഇട്ട് വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ വരുമ്പോൾ എത്ര? മാർക്കറ്റിൽ വരുമ്പോൾ 150 രൂപ വരും മാർക്കറ്റിൽ. ചേട്ടാ കടകളിൽ കൊടുക്കുമ്പോൾ 150 രൂപ. വീടുകളിൽ കൊടുക്കുമ്പോൾ ഒരു 200 ആ റേഞ്ചിൽ പിടിക്കും. ഓക്കെ. കാരണം നമ്മൾ ഏറ്റി നടക്കണല്ലോ, നമ്മളെ വണ്ടി ഇത്രയും വണ്ടി അതാണ്. മറ്റേതാകുമ്പോൾ അവർ വണ്ടിയിലാണ്ട് കൊണ്ടുപോകുക. അവർക്ക് പിന്നെ ഇത് നമ്മളെ ദോശക്കല്ലാണ്. മണ്ണിലെ ദോശക്കല്ല് അല്ലേ? ഇത് മീൻ പൊരിക്കാൻ ഉപയോഗിക്കാം. അങ്ങനത്തെ ഇത്രയും നമുക്ക് ഈ പോളിഷ് ചെയ്തതുപോലെ വരുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഇതിലാ ചുവന്ന മണ്ണ് തേച്ചിട്ട് പിന്നെ ഒരു കല്ലുണ്ട് ഇവിടെ, ഒരു വെള്ളാരം കല്ല്, അതിട്ട് വരുന്നില്ല. അപ്പോൾ ഓരോ ചട്ടി അങ്ങനെ ചെയ്യേണ്ടി വരും. ഓരോ ചട്ടി അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മേക്കിംഗ് കോസ്റ്റ് ഇതെങ്ങനെയാണ്? മേക്കിങ്ങിന് ഇതിന് 10 റുപ്യാണ് ഒരാൾക്ക്. അപ്പോൾ എത്ര ചട്ടി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ? 50 എണ്ണൊക്കെ ഉണ്ടാക്കി പോകും. സ്ത്രീകളാണ് ഇതിന്റെ പണിക്കാർ. ഈ ബാക്കി പോളിഷ് പണിയെല്ലാം സ്ത്രീകളാണ്. നമ്മളിത് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കും. ബാക്കി പോളിഷൊക്കെ ചേട്ടന്റെ ഭാര്യ തന്നെ ചെയ്യും. ഭാര്യ അമ്മയും കൂടെ ഇരുന്ന് ചെയ്യും. ഇതിപ്പോ നമ്മൾ കൂലിക്ക് വെക്കുകയാണെങ്കിൽ, ഇത് പോളിഷ് ചെയ്യാൻ ഒരാളെ വെക്കുകയാണെങ്കിൽ 10 രൂപ നമ്മൾ കൊടുക്കണം ഒരു ചട്ടിക്ക്. അപ്പൊ അവര് 100 എണ്ണം ചെയ്താൽ നമ്മൾ 6 റുപ്യ കൊടുക്കണം. 50 എണ്ണം ചെയ്താൽ 500 റുപ്യ കൊടുക്കണം. ചെലവും കൊടുക്കണം. അതെ. പിന്നെ ഇത് നമ്മളെ വെള്ളം കുടിക്കുന്ന ജഗ്ഗാണ്. ഇതിന്റെ ഡിന്നർ സെറ്റ് ഉണ്ട്. ഇതിന്റെ ഡിന്നർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 പ്ലേറ്റ്, 6 ബൗള്, 6 ഗ്ലാസ് അല്ലെങ്കിൽ 6 കപ്പ്, ഒരു ജഗ്. എത്ര വരും പ്രൈസ്? അത് 2 കറിപ്പാത്രം ഉണ്ടാവും. ഇങ്ങനത്തെ കറിപ്പാത്രം ഉണ്ടാവും. നമ്മള് ഇത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് അല്ലേ? അതായത് ഇതൊരു കറിപ്പാത്രം ഉണ്ടാവും. പിന്നെ ഇങ്ങ് കൊണ്ടുവരും. അവിടെ കുറച്ച് ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാം എടുത്തിട്ട് വന്നു. ഇതുണ്ട്. ഇതിന്റെ ചെറുതൊന്നുണ്ട്, ബൗള്. അതെ, ബൗള്. ഇതൊന്നുണ്ടാവും. ഇത് 6 എണ്ണം ഉണ്ടാവും.
അതിലുള്ള ചെറിയ 6 എണ്ണം ഉണ്ടാവും. അത് 6 എണ്ണം ചെറുത് ഇതേമാതിരി നമുക്ക് വിളമ്പി വെക്കാനൊക്കെ പിന്നെ ഇതുണ്ടാവും, ഒരു ജഗ് ഉണ്ടാവും. ഇതിന് 6 കപ്പും ഉണ്ടാവും. 6 കപ്പും ഉണ്ടാവും. ആ കപ്പ് ഒന്ന് എടുക്കാവോ? ആ കപ്പ് കപ്പ് എടുത്തരാം. പിടിയുള്ള 6 കപ്പ് വരും. പ്ലേറ്റിന് ഉണ്ടാക്കി എടുത്താലേ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് എത്രയാണ് നമ്മൾ പറഞ്ഞത്? എല്ലാത്തിനും കൂടി 2300 വരും. 2300 രൂപയാണ് വരുന്നത്. ഇതാണ് പ്ലേറ്റ്, ഇതിന്റെ വലുത്. ഇതിന്റെ വലുതാണ് പ്ലേറ്റ്. ഓക്കെ, അത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന പ്ലേറ്റ്? എല്ലാം കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റ് ആണ്. ഓക്കെ, അടുത്ത് വന്നിട്ട് ചേട്ടാ കുറേ ഇത് അച്ഛൻ വാരി കൊണ്ടൊന്നും ഇവിടെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാണ് അപ്പച്ചട്ടിയാണ്. അപ്പച്ചട്ടിയാണ് ഇത് അപ്പച്ചട്ടി. ഇത് നമ്മളെ വെള്ളപ്പൊക്കെ ചുടുന്ന, പിന്നെ ഉപ്പേരി ഉണ്ടാക്കുക, പപ്പടം കാച്ച, അങ്ങനത്തെ. അതിന്റെ പ്രൈസ് പറഞ്ഞോട്ടാ, ഓരോന്നിന്റെ പ്രൈസ് പറഞ്ഞാൽ നമുക്ക് 150 രൂപ 150 കടയില്. നമ്മളിപ്പോൾ അഥവാ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡെലിവറി കോസ്റ്റ് വരും അല്ലേ ഇതിൽ? അത് വേറെ ഇത് ചോറുണ്ടാക്കുന്ന കലം. ഇതിപ്പോ ഒരു 3 ആൾക്കൊക്കെ ചോറുണ്ടാക്കുന്ന കല. 3 ആൾക്ക് പോകും. ഒരു നേരം 3 ആൾക്ക് ചോറ് വെക്കുന്ന കലം. ഇത് കോസ്റ്റ്ലി 100 രൂപ. 100 രൂപയാണ്. പിന്നെ ഇത് ഞങ്ങളെ നാട്ടിൽ, ഇത് മലപ്പുറം ജില്ലയിൽ ഓട്ടട എന്ന് പറയും. ഓട്ടപ്പച്ചട്ടി. അതെ, പഴയ ഓട്ടപ്പച്ചട്ടി. അതാണിത്. അത് ഞങ്ങളിവിടെ പത്തിരിച്ചട്ടി എന്നാ പറയാം. പത്തിരിച്ചട്ടി. പത്തിരി ഉണ്ടാക്കാനേ എടുക്കും. അതിന്റെ പ്രൈസ് വരുമ്പോൾ ഇത് 120. 120. അത് 120. പിന്നെ ഇത് പുട്ടുംകുറ്റി. മണ്ണിൽ തന്നെ പുട്ടുകുറ്റി. ഇത് 350 രൂപ. 350 ആണ് അല്ലേ? ഇതിൽ ചില്ല് എങ്ങനെ വരും? ചില്ലുണ്ട്, മണ്ണിന്റെ ചില്ലുണ്ട്. മണ്ണിന്റെ ചില്ലുണ്ട്. ഒന്ന് കാണിക്കാനുണ്ടാവും? കാണിക്കാം. അതൊന്ന് എടുത്തെടുക്കാൻ. അച്ഛാ ഇതാ അവിടെ തന്നെ ഉണ്ട്. ഇതാ അതൊക്കെ ഉണ്ട്. ഇതാ ആ ചില്ലൊന്ന് കയ്യിൽ എടുത്ത് കാണിക്കാം കേട്ടോ. ഇതാ. ഓ, ഇങ്ങനെ ചില്ല് വരും അല്ലേ? അങ്ങനെ ചില്ല് വരും. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇപ്പോൾ സെറ്റിംഗ് ആണ്. തേങ്ങാപ്പേരിയും അരിയിട്ടും കണ്ട് പിട്ടുണ്ടാക്കാം. പിന്നെ ഇത് നമ്മളൊരു ചെറിയ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഹാൻഡിലുള്ളതാണ്. പിന്നെ ഇത് നമ്മളെ ഫ്രൈ പാൻ എന്ന് പറയും. ഇത് മീൻ പൊരിക്കാനും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അത് ചീനച്ചട്ടിയാണല്ലേ? ഇത് ചീനച്ചട്ടി. ഇത് പിന്നെ അലുമിനിക്കലം എന്ന് പറയും. അലുമിനിയം കലത്തിന്റെ ഷേപ്പിൽ ഇത് അതൊരു 2 ആൾക്ക് ചോറ് വെക്കുന്ന. ഇതിന് ഈ ചട്ടിക്ക് എത്ര വരും ഈ കലത്തിന്? അത് 120 രൂപ. 120. അത് ഹോൾസെയിൽ കേട്ടോ. ഹോൾസെയിൽ. മറ്റേത് ഒരു 20-10 രൂപന്റെ വ്യത്യാസം. 150 രൂപ വരും. ഈ ഫ്രൈ പാൻ നമ്മൾ ഇതിന്റെ പറഞ്ഞില്ല ഇപ്പൊ അപ്പച്ചട്ടി? ഇത് അപ്പച്ചട്ടി അല്ല, ഇത് ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടി. അതിന്റെ പ്രൈസ് ഇത് കടയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 130 രൂപ. 130. ഇതിന്റെ പിടി ഇതെല്ലാം ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല പണിയുണ്ടല്ലോ. അതുണ്ട്, ചെയ്യാം. അതെ, മൺപാത്രമായിരുന്നു. പിന്നെ ഇത് കറണ്ട് അടുപ്പിൽ വെക്കുന്ന കേട്ടോ. കറണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന. ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പോലും മൺചട്ടികൾ ഉപയോഗിക്കാം അല്ലേ നമുക്ക്? ഇത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നതാണ്. ഇത് ഇപ്പോൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചേട്ടാ? ഇത് കറി വെക്കാനായിട്ട്. അതിന്റെ വില ഒന്ന് പറയോ? 200 അടപ്പടക്കം 200 രൂപ. ഇത് വന്നിട്ട് എന്താണ്? അത് പുക. ഇതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അല്ലെ എങ്ങനെയാണ് ഓർഡർ? ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതാകുമ്പോൾ സ്ഥിരം പോകും അല്ലേ ഇവിടെ ഇരിക്കുന്ന ഈ സൈസ്? ഇത് ഗ്യാസിലൊക്കെ വെക്കുന്നതാണ്. പിടിയുള്ളതാണ്, കൈ കൊള്ളൂല. ഇപ്പോൾ പെട്ടെന്ന് ഇറക്കി വെക്കാൻ തുണിയൊന്നും വേണ്ട, എന്നിട്ട് ഇറക്കി വെക്കാം. അതിനുള്ള സാധനങ്ങൾ ഗ്യാസിൽ വെക്കാം. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലും വെക്കാം. അങ്ങനത്തെ സാധനം ഉണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന പിടിയുള്ളത്. വില പറഞ്ഞു കേട്ടോ അതിൻ്റെ? ഇതിൻ്റെ വില 170. പിടി ഉൾപ്പെടെ വരും. പിന്നെ ഇവിടെ കുറെ കുഞ്ഞ കപ്പുകളും. ഇത് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയതാണ്. ഇത് സർവത്തും ഗ്ലാസ് ആണ്. ഇത് നമ്മൾ മോരൊക്കെ ഇട്ടേക്കാൻ, അച്ചാറൊക്കെ ഇട്ടപ്പോൾ ടേബിളിൽ അച്ചാർ വെച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാനാണ്. പല രീതിയിലുള്ള എല്ലാം, അതായത് ഇപ്പം അലൂമിനിയത്തിലായിരുന്നാലും നമ്മളെ സെറാമിക്കിലായിരുന്നാലും കിട്ടുന്നത് എല്ലാം ചേട്ടൻ മണ്ണിലുണ്ട് ചെയ്യുന്നതാണ്. എന്തും ചെയ്യാം, നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ചതുരത്തിന്റെ മാത്രം പറ്റില്ല. ചതുരം ഷേപ്പിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഓവൽ ഷേപ്പ് മോൾഡ് ഇല്ല, അതുകൊണ്ടാണ്. മോൾഡ് ഉള്ളവർ ചെയ്യുന്നുണ്ട്. ഇത് മോൾഡ് അല്ല, നമ്മളെല്ലാം കൈ കൊണ്ടാണ്. ഇതിലിരിക്കുന്ന എല്ലാം ചേട്ടന്റെയോ അച്ഛന്റെയോ കൈ പതിയാത്ത ഒന്നും ഇല്ലല്ലോ. ഇല്ല. നമ്മളിപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ മതി. മാറ്റി വെക്കാം. വിറകടുപ്പ് അല്ലേ? വിറകടുപ്പ്. ഇപ്പൊ പുറത്ത് വെക്കണമെങ്കിലും പുറത്ത് വെക്കാം. പുറത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് വെക്കാം. അതെ. പിന്നെ അവിടെ കുറച്ച് ഷേപ്പിൽ എന്തോ, ഇത് കുട്ടികൾക്ക് ചിത്രം വരക്കാനുള്ളതാ. ചിത്രം വരയ്ക്കാം. ഇതിന് മുകളിൽ ചിത്രം വരയ്ക്കാനായിട്ട്. ഇത് 7 ഇഞ്ചിന്റെ സാധനമാണ്. ഓക്കെ, ബോട്ടിലായിട്ട് നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് പെയിന്റ് അടിച്ചിട്ട്
അവരെന്നെ പെയിന്റ് അടിച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ്. അങ്ങനെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. അതിന് വില എത്ര വരും ചേട്ടാ ഒരു ഷേപ്പ്? ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് 50 റുപ്യ. 80 രൂപ. ഇത് കുറ്റപ്പുറം എഞ്ചിനീയർ കോളേജിലേക്കുള്ള ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ഇത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അടുപ്പിന്റെ വില പറയാൻ വിട്ടു. അടുപ്പിന്റെ വില 180. ഓക്കെ. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഷേപ്പിനുള്ളത് എന്തിനാണ് ചേട്ടാ? ഇത് നമ്മൾ കറി വെക്കുന്ന പാത്രങ്ങൾ. ഇതിൽ പിടി വെക്കാനുണ്ട്. പിടി വയ്ക്കാനുണ്ട്. ഇത് പിടി വെക്കാനുണ്ട്. നടുക്കൊരു ഹോൾ ഉണ്ടല്ലോ. അത് പണി കഴിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ മേടി ശരിയാക്കണം. ഇനി ഇത് അടിച്ചു കൊടുക്കണം. ഇത് അടച്ചെടുക്കും. ഇനി അടച്ചെടുക്കും. ഓക്കെ. ഇത് അടച്ചെടുക്കും. അടച്ചെടുക്കുമ്പോ അതുപോലെ പിടി നമ്മൾ എക്സ്ട്രാ വെക്കുന്ന മണ്ണിന്റെ പിടി. ആറ്റുകാലിക്ക് കുറച്ച് കലങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കലങ്ങളാണിത്. ഇതന്നെ കലങ്ങള്. പക്ഷെ ഇത് അവിടേക്കുള്ളതല്ല. ഈ കലങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈസ് കലങ്ങളാണ് നമ്മൾ ആറ്റുകാലത്തേക്ക് പോകുന്നത്. പൊങ്കാല ആവശ്യത്തിന്. അപ്പോൾ ആറ്റുകാലത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ കലം, ഈ സൈസ് കലം എത്ര വരും ചേട്ടാ? നമ്മൾ പൊങ്കാല ഇതിപ്പോ നമ്മള് ബൾക്കായിട്ട് എടുക്കല്ല. ഇത് 63 റുപ്യ. 63 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കുറയ്ക്കും. കാരണം വണ്ടി പൈസ കൊടുക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു കലം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പഴയ സ്ത്രീകൾക്കാണെങ്കിൽ കലമൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാം. എങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാകുമ്പോൾ ഡാമേജ് ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിപ്പോൾ ഇത് പൊട്ടാത്ത കല. ഇത് പൊട്ടാത്ത കലം. ഇത് കുഴപ്പമില്ല. ഈ സൗണ്ടാണ് കേൾക്കണ്ടേ? സൗണ്ടാണ് കേൾക്കുക. പക്ഷെ പൊട്ടിയത് എവിടെയോ സംതിങ് ഒരു സൗണ്ട് വ്യത്യാസം. അതെ. ഇതാണ് നോക്കേണ്ടത് അല്ലേ? എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതുണ്ടോ? ഓക്കെ. പൊട്ടൽ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. മനസ്സിലാവും. നമ്മൾ ഈ കേടാവുന്ന ചട്ടികൾ പിന്നെ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. കളയാണ്. അത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ എങ്ങനെയാണെന്നറിയാം, നമ്മള് 100 വാഴ വെച്ചു. ആ 100 വാഴ വെച്ചാൽ 100 കുറച്ച് നമുക്ക് കിട്ടൂല. ഇല്ല. അത് 75 എണ്ണം കിട്ടും, 50 എണ്ണം കിട്ടും, 90 എണ്ണം കിട്ടും. അതുപോലെ ഒരു കൃഷിയാണ്. കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പറ്റും. അതെ. ചൂളയിൽ പുറത്തിറങ്ങുന്നത് വരെ അത് ഞങ്ങൾക്ക് നമ്മളതല്ല. അത് നിങ്ങളുടെ എടുത്തു വെച്ചാലേ നമ്മളതാവുള്ളൂ. എന്നിട്ടും ഉണ്ട് റിസ്ക്. ഇത് കൊണ്ടുപോകണ വഴിക്ക് പൊട്ടിപ്പോയാൽ അതും പോയതാണ്. എത്രമാത്രം കാര്യമില്ല. അതെ. ഈ മണ്ണ് കിട്ടാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? മണ്ണ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മണ്ണ് എവിടെ നിന്നും കിട്ടുന്നില്ല. പിന്നെ മണ്ണ് പോലീസുകാർ പിടിച്ച് തടുക്കല്, അതിന് റവന്യൂവിന്റെ വേണം. നമ്മളിപ്പോ ഈ ജിയോളജിന്റെ പാസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കേസല്ല. കാരണം നമുക്ക് ആകെ 2 ലോഡോ 3 ലോഡോ മതി. ഇതിന് ഞാനിപ്പോൾ ഈ പറമ്പിന്റെ ആളെ നികുതി ചീട്ട് കൊണ്ടേ കൊടുത്ത് ഇത് ജിയോളജി എന്നൊക്കെ എടുത്തു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ഒരു കുലത്തൊഴിലാണ്. പക്ഷെ ആരും സമ്മതിക്കുന്നത് അങ്ങനെ നമുക്ക് 1 ലോഡോ 2 ലോഡോ മതി. പക്ഷെ അതിനും കൂടുതൽ ഇവിടുന്ന് ഭാരതപ്പുഴയെന്ന് മണൽ പോകുന്നുണ്ട്. അത് പൈസ കൊടുത്തിട്ട് അത് എങ്ങനെയാന്ന് നമുക്കറിയില്ല. ഒരുപാട് പക്ഷെ മണൽ നിർത്തിയതാണ്. പക്ഷെ മണൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ 1 ലോഡ് മണ്ണ് കൊണ്ടുവരുമ്പോൾ അത് വേണോ ഇത് വേണം മറ്റൊരു. ഞാൻ എവിടുന്നാണ് ഈ പാസ് ഉണ്ടാക്കുക? ഒരു പ്രാവശ്യം എന്നെ പിടിച്ചതാ. 20,000 റുപ്യ ഞാൻ ജിയോളജിക്ക് കെട്ടിയിട്ടാണ്. എത്ര നാളത്തെ ഇത് വേണം അല്ലേ? നമ്മൾ എത്ര ചട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 20,000 റുപ്യ ഞാൻ കൊടുത്ത് 1 ലോഡ്. അവർ പറഞ്ഞു ജിയോളജിന്റെ പാസ് വേണമെന്ന്. പക്ഷെ എനിക്ക് 1 ലോഡ് 2 ലോഡിന് ഒരു ജിയോളജിന്റെ പാസ് എടുക്കണമെങ്കിൽ അത് ഈ മണ്ണിന്റെ ആൾ എനിക്ക് അതിന്റെ ഇത് പേപ്പറുകൾ തരണം, ശരിയാക്കി തരണം. അയാൾക്ക് എന്ത് ആവശ്യത്തിനാണ് ഈ മണ്ണ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അയാൾ വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി, മണ്ണ് അവിടെ കിടന്നോട്ടെ എന്നാ പറയുന്നത്. അവർ അത്രയും റിസ്ക് എടുക്കാൻ അവര് തയ്യാറല്ല. അപ്പോൾ നമ്മളെ ആവശ്യമാണ്. പക്ഷേ ജോലിയാണ്, നമ്മളെ ഒരു ജോലിയാണ്. അതിനുള്ള അതെ അവര് പല ഭാഗത്തു നിന്നും. പക്ഷെ ആരും അതിന് ശ്രമിക്കുന്നില്ല. അല്ല, ഇത് നിങ്ങൾക്ക് അസോസിയേഷനോ കാര്യങ്ങളോ അതായത് എല്ലാം ഉണ്ട്. പക്ഷെ മണ്ണെടുക്കാനൊന്നും ആരും സമ്മതിക്കുന്നില്ല. മണ്ണിപ്പോ നിങ്ങളിപ്പോ ഇവിടുന്ന് പാടത്തു നിന്ന് മണ്ണെടുക്കുകയാണ്. ഈ പാടത്തിന്റെ ആള് ഇവിടെ കൃഷി വകുപ്പിൽ പോയിട്ട് അവിടെ പോയി പറയണം എനിക്കങ്ങനെ കുളം ഇതാക്കാനെന്ന്. ഈ കുളം ഇതാക്കാണ്ടെങ്കിൽ ആ മണ്ണ് എടുക്കണമെങ്കിൽ ഞാൻ ജിയോളജിന്റെ അടുത്ത് പോയിട്ട് പാസ് ഉണ്ടാക്കണം, കൊണ്ടുവരാൻ. പക്ഷെ അപ്പൊ ഇയാളും വരണം. ഇയാൾ പറയും എനിക്ക് സൗകര്യമില്ല വരാൻ, നീ വേണമെങ്കിൽ പോയി ഉണ്ടാക്കിക്കോ, എനിക്ക് മണ്ണ് കൊടുക്കണം എന്ന് ആവശ്യമില്ല. പക്ഷെ എനിക്ക് മണ്ണിന് ആവശ്യമുണ്ട്. മണ്ണുണ്ടെങ്കിൽ നമ്മളെ കാര്യം നടക്കും. അതാണ് ഇവിടെ വിഷയം. ഇതിൽ ഒരു 7 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് വെള്ളം കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം. നല്ല തണുത്ത വെള്ളം കുടിക്കാം. പക്ഷെ ഫ്രിഡ്ജിലത്തെ വെള്ളം കുടിക്കണം കാറ്റും നന്ന് ഇതിലത്തെ വെള്ളം അശുദ്ധമായ വെള്ളം കുടിക്കുക. ഇച്ചൊന്നും പിടിക്കൂല. കണ്ട, ഇത് വെള്ളം നിന്നിട്ടാണ് ഇച്ച് മണ്ണുമ പിടിച്ചിരിക്കുന്നത്. ഈ വെള്ളമുള്ള ഇച്ചുള്ള വെള്ളം ഈ മണ്ണുമ പിടിക്കും. ഫിൽറ്റർ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒരു ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാവും? ഈ ഒരു ഇത് 350 റുപ്യ പൈപ്പ് അടക്കം. 350 റുപ്യ. ഫിറ്റ് ചെയ്യുന്നത് എല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ചെയ്യുന്നത്.
ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. ചെടിച്ചട്ടി ഇതാ, ചെടിച്ചട്ടി 10 ഇഞ്ച് 11 ഇഞ്ചിന്റെ ചെടിച്ചട്ടി അവിടെ ഉണ്ട്. ഇത് 7 ഇഞ്ചാണ്. ഓ 7 ഇഞ്ച്. 7 ഇഞ്ചിന്റെ ചെടിച്ചട്ടി. ഇതിപ്പോ ഇവിടെ ചെമ്മാട്ടിക്കുള്ളതാണ് ഒരു 30 എണ്ണം പറഞ്ഞത്. നമ്മള് കടകൾക്ക് വേണ്ടിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ മൺചട്ടികൾ? പിന്നെ കഷായക്കലങ്ങൾ. കഷായക്കലം അങ്ങനെയൊക്കെ ചെയ്യും. ഓ ഇത് ഇത്രയും വലിയ കലങ്ങൾ. പ്രസവിച്ചാലൊക്കെ ഇത് ഡാമേജ് ഉള്ള കേട്ടോ. ഡാമേജ് ഉള്ള ഡാമേജ് ഉള്ളതാണ്. അല്ലാതെ വേറെ ഇതിലും കഷായം വെക്കാൻ പറ്റും. അതെ അതെ അതെ. ചേട്ടാ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഇവിടെ ഞാൻ ഇത് നമുക്ക് ഇതോ പൈസ ഇടുന്നതാ? ഇത് കാശക്കുഞ്ച്. കാശിക്കുഞ്ച് അല്ലേ? പഴയ കാലത്തെ പഴയ കാലത്ത് പൈസ. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സേവിംഗ് ബാങ്ക് എന്ന് പറയും. സേവിംഗ് ബാങ്ക് ചെറുതും വലുതൊക്കെ ഉണ്ട്. പല ഏത് സൈസിന് വേണം ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് നേരെ നമ്മളെ ഇതെങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന് ആൾക്കാർ കാണണമല്ലോ. അതെ, ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പിടിച്ചട്ടികളാണ്. ചെടിച്ചട്ടിയാണോ? പിടിച്ചട്ടി നമ്മൾ നേരത്തെ കണ്ട പിടിച്ചട്ടി. പിടിച്ചട്ടി ഉണ്ടാക്കണം. അപ്പൊ ഈ മണ്ണിലിപ്പോ ആ ഐറ്റം തന്നെ ഉണ്ടാക്കണം. ഓ ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുത്തോണ്ടിരിക്കണം അല്ലേ? ഷേപ്പ് അല്ലല്ല, ഞാൻ ലേസം മണ്ണ് ഇതായപ്പോഴേ കൈയൊന്നും നനവ്. ഇത് നമ്മളെ ഇത്രയും വർഷത്തെ ഈ കൈയുടെ വഴക്കം കൊണ്ടാണല്ലേ ഈ ഒരു ഷേപ്പ് വരുന്നത്. കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പിടിച്ചിട്ട് അത് വേറെ ഷേപ്പൊക്കെ ആവും. അതാവും. അതെ അതെ. അവസാനം അറുത്തെടുത്തു അല്ലേ? ഓ അങ്ങനെ ഉണ്ടാക്കി അവിടെ കൊണ്ട് വെക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മൾ പുറത്തിറക്കുന്നത്. പുറത്തിറക്കി ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റത്തില്ല? പറ്റില്ല. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ പാൻ ആട്ടോ. ഫ്രൈ പാൻ, നമ്മൾ നേരത്തെ കണ്ട ഫ്രൈ പാൻ അല്ലേ? ഫ്രൈ പാൻ. കുട്ടിയുടെ ഇതിൽ ഇറങ്ങിയിട്ട് എത്ര നാളായി? എത്ര വർഷം? ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് അല്ലേ? അച്ഛൻ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ്? അച്ഛൻ പഠിപ്പിച്ചെന്നാണ്. അച്ഛൻ പഠിപ്പിച്ചെന്നതാണ്. പഠിച്ചതുകൊണ്ടൊരു ഉപകാരമായി. അതെ, ഇപ്പൊ കാലത്തിനനുസരിച്ചുള്ള കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തി ഞാൻ. പഠിക്കാത്തവരുണ്ട്. നിന്റെ മക്കളൊന്നും പഠിച്ചിട്ടില്ല. അവർക്ക് ഇതിൽ താല്പര്യമില്ലായിട്ടല്ല, അവർക്ക് എന്തോ അവര് പറഞ്ഞു മണ്ണിന്റെ പണി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവര് വർക്ക്ഷോപ്പിലും അവിടെ ഇവിടെ ഒക്കെ പോയി. ഇതിപ്പോ നമുക്ക് പ്ലേറ്റ് ആയിട്ടും ചെയ്യാൻ വേണമെങ്കിൽ ഫ്രൈ പാൻ ആയിട്ടും ചെയ്യാം. ഈ രണ്ടും ചെയ്യതില് രണ്ടായിട്ടും ചെയ്തെടുക്കാം. ഓക്കെ, പ്ലേറ്റ് ആയിട്ടും ചെയ്യാം, ആയിട്ടും ചെയ്യാം. ഇനി അതിന്റെ മൂട് അടച്ചെടുക്കണം അല്ലേ? അടച്ചെടുക്കണം. അത് ഉണങ്ങിയിട്ട് വേണം. ഇപ്പൊ പറ്റില്ല, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനാവുള്ളൂ. ഉണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചു. അച്ഛൻ കാണിച്ചു തന്നാലും മതി. ഇത് ഉണങ്ങിയ ശേഷം ചക്രത്തിൽ മുറിച്ച് വെച്ചിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ അടിച്ച് കൂട്ടണം, എന്നാലേ ചട്ടിയാവുള്ളൂ. അടി കൂട്ടിയ അടി ഇങ്ങനെ കൂട്ടും. ഇത് ഉള്ളിൽ കല്ലുണ്ട് കയ്യിൽ. ആ കല്ലും ഈ പലകയും ഒരേപോലെ ആവണം, അപ്പോഴേ ഇത് ചട്ടിയാവുള്ളൂ. ഇതുപോലെ തട്ടി അടച്ചെടുക്കും അല്ലേ? അടച്ചെടുക്കും. ഇങ്ങനെയാണ് അടച്ചെടുക്കല്. അതിന് കലത്തിനനുസരിച്ചിട്ടുള്ള കല്ലുകളുണ്ടാവും ഉള്ളിൽ വെക്കാൻ. അകത്ത് വെച്ചേക്കുന്ന അതുപോലെ ഷേപ്പിൽ വേറെ ഓരോ സൈസിന് ഓരോന്നും. ഇതൊരു താളം, അതിനൊരു താളം ഉണ്ടല്ലേ? അതുണ്ട്. ആ താളത്തിന് ഇത് കറങ്ങുള്ളൂ. ഏത് ഈ ചന്ദനപ്പടി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴേ കറങ്ങി വരുള്ളൂ. അത് ഒരു പരിചയമാണത്. അത് ഈ കറങ്ങണ സൈസാണ് ഉള്ളിൽ മിനുസം വരിക അകത്ത്. ഇതുപോലെ ഈ ചക്രത്തിൽ മുറിച്ചതൊക്കെ ഇതുപോലെ അടിക്കണം എല്ലാതും. അതിലടിക്കാത്ത സൈസ് എന്താണെന്നറിയോ? കൂജ ചെടിച്ചട്ടി
അതൊന്നും അടിക്കണ്ട, അതൊന്നായിട്ട് മുറിച്ചെടുത്താൽ മതി. മുറിച്ചെടുത്താൽ മതി. ഇതിനൊന്നും 2 പണിയാ. കലത്തിന് നല്ല പണിയാണ് അല്ലേ? കലത്തിന് നല്ല പണിയാ. ഇതുപോലെ നനച്ച് ചെയ്യും അല്ലേ? ഒരു ചട്ടി കാണുമ്പോൾ അതിൽ ഇത്രമാത്രം പണിയുണ്ടെന്ന് നമുക്കറിയാം. ഇതാണ് കണ്ടില്ലേ, ആ കല്ല്, ഈ കല്ലാണ് ഇതിന്റെ ഉള്ളിൽ മെയിനായിട്ട് വരുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ആദ്യം പഠിക്കല് ഇതാണ്. എന്നിട്ടാണ് പഠിച്ചാലേ കല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിൻ പണി ഇതാണ്. മെയിൻ പണി ചെറുപ്പത്തിൽ ആദ്യം ഇത് അടിച്ചു മൂടി ഞാൻ ചെറുപ്പത്തിൽ പഠിപ്പിക്കല. അച്ഛന്മാരൊക്കെ കൊടുന്ന് അടുത്തിരുന്നിട്ട് അവർ കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അടിപ്പിച്ച് മനസ്സിലാവും. നമ്മൾ കയ്യും ഈ 2 കയ്യും ഒരേപോലെ ആവണം. അതെ അതെ. അല്ലെങ്കിൽ ഇവിടെ അടിക്കുമ്പോൾ അവിടെ നിങ്ങും, മറ്റോടത്ത് അടിക്കുമ്പോൾ അവിടെ നിങ്ങും, അല്ലെങ്കിൽ കല്ല് പൊന്തും. ഈ 2 ഒരേ സൈസിലാവണം. അതാണ്. എത്ര നാളെടുത്ത് കാണും ആ കുഞ്ഞുനാളിൽ ഇത് പഠിച്ചെടുക്കാനായിട്ട്? അത് ഞങ്ങളൊക്കെ ഞാനൊരു 7-8 വയസ്സ് തുടങ്ങി. 8 വയസ്സിലൊക്കെ ആയപ്പോൾ തുടങ്ങി. 7-8 വയസ്സ് തുടങ്ങിയിട്ട് പിന്നെ സ്കൂളൊന്നും പറഞ്ഞയച്ചിട്ടില്ല. അക്കാലത്ത് അങ്ങനെയാണല്ലോ. അതെ. അത് മണ്ണിന് പോകലും, മണ്ണ് ചവിട്ടലും, മണ്ണ് തിന്നലും, മണ്ണ് തന്നെ. മണ്ണിലാണ് ജീവിതം. ഇതുവരെ എനിക്കിപ്പോ 77 77 ഞാനിതൊന്നും ഒഴിവായിട്ടില്ല. ദൈവം അങ്ങനെ എപ്പോഴും അവനാന്റെ കഴിവിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. മോനിപ്പോ മോനും ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മോനും ഇതിലോട്ട് അച്ഛൻ തന്നെയാണ് അത് പഠിപ്പിച്ചെടുത്തത്. മക്കള് വേറെ കുട്ടികളൊന്നും പഠിച്ചില്ല. അവര് ലാസ്റ്റ് കുടുങ്ങും. ആശാരി പറഞ്ഞു കൊടുത്തില് വയസ്സ് കാലത്ത് കയ്യിലും കുത്തി ജീവിക്കാമല്ലോ. അതിനാള് കാശുത്തോണ്ട് ഉണ്ടാക്കിയാലും 10 രൂപ വിറ്റ് ജീവിക്കാം. ഒരു തൊഴില്, കൈത്തൊഴിലാണ്. ഇതൊരാൾ പഠിപ്പിച്ചു തരില്ല. അത് അവനവന്റെ വീട്ടുകാരിൽ തന്നെ പഠിക്കണം. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഈ കുലത്തൊഴിൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് വരുന്ന ബുദ്ധിമുട്ടില്ല. മണ്ണ് കിട്ടാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ട് ആരും ഇതിലേക്ക് അങ്ങ് ഇറങ്ങുന്നില്ല. പിന്നെ ഒരു കാര്യം, പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇതെന്ന് പറഞ്ഞാല് വീട്ടുകാരൊക്കെ കൂടണം പണിയെടുക്കാൻ. ഒരാൾക്കൊണ്ടൊന്നും സാധിക്കത്തില്ല. ഇതില് സ്ത്രീകളും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കലും, അങ്ങോട്ട് വെക്കലും, ഇങ്ങോട്ട് വെക്കലും ഒക്കെ. അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളിത് പണിയെടുത്തിട്ട് ഇത് ഇനിയിപ്പോൾ അത് സ്ത്രീകൾക്ക് പണിയാണ്. അത് ഇനിയിത് ഒന്ന് വരിഞ്ഞ ശേഷം ഇവര് പിന്നെ ചെമ്മണ്ണ്, പറമ്പ് മണ്ണ്, അത് ഇടിച്ച് ഊറ്റിയെടുത്തിട്ട് അതാണ് ഇത് തേക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ചുവപ്പ് വരിക. ഒറിജിനൽ കളർ എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഓടിന് തേക്കലില്ല. പെയിന്റ് എന്തോ ഒരു കളർ ചേർക്കാറുണ്ട്. ഇല്ലില്ല, ഓടിന് കളർ ചേർക്കൂല. ഓടിന് കോട്ട് കമ്പനിയിൽ കളറൊന്നും ചേർക്കും. അല്ലല്ല, അത് ചുട്ടെടുക്കുമ്പോ വരുന്ന ഒരു കളറാണ്. അത് ഒറിജിനൽ കളറാണ്. അതെ അതെ. അതുപോലെയാണ് നമ്മൾ അതിന് പകരം മറ്റേ കുട്ടികൾക്ക് പെയിന്റ് അടിക്കാൻ കൊടുത്ത പാത്രം അതാണ് ഒറിജിനൽ നിറം. ഇത് ഞങ്ങളെ ബാക്കിൽ ചെമ്മണ്ണ്. അത് ചെമ്മണ്ണെന്ന് ഞങ്ങൾ പറയാ. പറമ്പിന്ന് ചുവന്ന മണ്ണ് കൊണ്ടുവരാ, ഇടിച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് അത് അതിന്റെ തരില്ലാതെ എടുത്തിട്ട് ഒരു തുണിച്ചീലയിൽ തുറ്റിട്ട് ചിക്കലാണ്. അല്ലാതെ കൃത്രിമമായിട്ടുള്ള ഒരു പെയിന്റ് നമ്മൾ ഇടാൻ പറ്റില്ലല്ലോ. അതെ, ഫുഡ് ഉണ്ടാക്കുന്ന സാധനം. അത് ഒരു കൂട്ടർ അവിടെ വെച്ചിട്ട് പിന്നെ ഹെൽത്തുകാർ വന്ന് പിടിച്ചില്ലേ. അങ്ങനെയുണ്ട്. പിന്നെ ഇതിപ്പോ എന്ന് പറഞ്ഞാല് എന്താ കാരണം അറിയോ, ഈ അലുമണിക്കാലം ഇപ്പൊ ഇല്ല. അവരെ കമ്പനികളൊക്കെ പൊളിഞ്ഞു പോയി. അപ്പൊ അവര് ഈ മൺപാത്രത്തിന് വേണ്ടി പല കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ നടക്കുക. അവര് ബിസിനസ് നടക്കണല്ലോ. അതെ. ഇതാണെങ്കിൽ ഏതോ കാലത്ത് പണ്ടത്തും പറഞ്ഞു കൊടുത്തില് ലോകം മനുഷ്യർ ജനിച്ചെന്നുള്ളതാണ് പറയുന്നത്. അന്നും ഇതേ നിറം തന്നെയാണ്. കൃത്രിമ നിറമൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഈ മൺപാത്രം പിന്നെയുള്ള പഴയ കാലത്തുള്ള കരകൗശലം ഏതാണെന്നറിയോ? ഒന്ന് മൺപാത്രം, ഒന്ന് ചെമ്പ് ചരക്ക്, അത് ഒരു പഴയ കരകൗശലം. പിന്നെ കൊട്ട മുറം, അതൊരു കരകൗശലം. അങ്ങനെ പിന്നെ ഈ കത്തി ഉണ്ടാക്കണ കരിക്കന്മാര്, ഇവിടെ കരുവാമാരെന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് കരകൗശലക്കാർ. പിന്നെ വന്നത് അലുമണിക്കാലം, ചൂടുവീരി, ഇതൊക്കെ ഇപ്പൊ വന്നതാ. അതെ, അത് ഫർണസിലിട്ട് നമ്മൾ അല്ലാതെ റെഡിമെയ്ഡ് ചെയ്തെടുക്കുന്ന മെഷീനിൽ. അതെ അതെ അതെ. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ പേര് പോവാൻ കാരണം. ഇതാണ് ഒറിജിനൽ കരകൗശലം. ഇത് വേറെ ഒരു കരകൗശലം. ഇത് പഴയ ഏതോ കാലത്തുള്ളതാ. നമ്മളെ ഭൂമി സൃഷ്ടിച്ച കാലത്തുള്ളത്. അതെ, മനുഷ്യൻ ആഹാരം എങ്ങനെ പാകം ചെയ്ത് കഴിക്കണം ആ സമയം തൊട്ട് നമുക്ക് മുൻകലങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ പുതിയ കരകൗശലങ്ങളാണ്, കണ്ടുപിടുത്തങ്ങളാണ്. അല്ല, ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഡെവലപ്പായി വന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ.
ഇതിൽ നിന്ന് തന്നെ പലതും ചെയ്തു വരുന്നുണ്ട്. അതെ, ഇതിന്റെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മൺപാത്രം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കൃത്രിമം ചെയ്യാൻ പറ്റില്ല. ഈ കളിമണ്ണുമേല് കന്നിക്കണ്ട ചേർത്തിട്ട് ഞങ്ങൾക്ക് ഈ ചക്രത്തുമ്മ പിടിക്കാൻ പറ്റത്തില്ല. അതെ, അത് പിടിക്കാൻ പറ്റും. പക്ഷെ അച്ചിലൊക്കെ വാർക്ക് വെച്ചാല് എന്തെങ്കിലും പറമ്പ് മണ്ണൊക്കെ കൂട്ടിയിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ഈ അടിക്കാനോ ചക്രത്ത് പിടിക്കാനോ പറ്റില്ല. കളിമണ്ണ് അത്ര പശയാണിത്. അതെ, കളിമണ്ണിന്റെ പശ. കളിമണ്ണ് ഭയങ്കര പശയാണ്. അതുണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഈ മണ്ണിനെ പറ്റി അലർജി ഇല്ല. അതെ അതെ, മണ്ണല്ലെങ്കിലും പൊതുവെ അലർജി അല്ല. ചിലവർക്ക് അലർജി പലയിലും ഉണ്ട്. അത് ജോലി അതെ, മണ്ണിന് അലർജി ഉള്ളവരുണ്ട്, അധ്വാനത്തിന് അലർജി ഉള്ളവരുണ്ട്. കളിമണ്ണില് അലർജി പറഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളെ വയറ്റിലൊക്കെ എത്ര പോലെ മണ്ണ് പോയിട്ടുണ്ടാവും. പിന്നെ ഇപ്പത്തെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എൻ്റെ അച്ഛനും ഞാനൊക്കെ പണ്ടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞ് പോയാൽ ശരിക്കും കൈ കഴുകത്തില്ല. അല്ല കപ്പ പോളൊക്കെ തിന്നുമ്പോ ഇങ്ങനെ തുടച്ച് തിന്നില്ല. പഴയ പറമ്പിൽ പണി ചെയ്യുന്ന ആൾക്കാർ കുളിച്ചിട്ടാണോ അവർ ആഹാരം കഴിക്കുന്നത്? മത്സ്യം വിൽക്കണവര് പഴയ കാലത്ത് കഴുകിയിട്ട ഒന്ന് തൊടും കൂടി ഇല്ല, ഒരു തോളി. അപ്പൊ അന്നൊക്കെ ഇപ്പൊ ഒക്കെ വിഷമില്ല. എന്താ വിഷമില്ലാത്തത്? പണ്ട് ഇന്ന് വൈകുന്നേരം പറിച്ചു വെച്ച പൊട്ടിച്ചു വെച്ച പയറ് പഴയ കാലത്ത് പിറ്റേന്നിലേക്ക് വാടി. ഇന്ന് 15 ദിവസം കഴിഞ്ഞിട്ട് പച്ചക്കറി പീടികയിൽ വാടുന്നു. അതെ, കർണാടകയിൽ നിന്നൊക്കെ ലോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് 15-20 ദിവസം അതുപോലെ നിൽക്കും. അപ്പൊ പറിച്ചെടുത്ത വാടലുണ്ടോ? ഇല്ല. ഉപ്പ് പഴയ കാലത്ത് ഞങ്ങൾ മൺപാത്രത്തിലായിരുന്നു ഉപ്പിട്ട് വെക്കല്. എന്താണെന്നറിയോ? വെള്ളം ഒലിച്ചിട്ട്. ഇപ്പത്തെ ഉപ്പ് വെള്ളം ഒലിക്കോ? ഇല്ല. എന്താണത്? അറിയില്ല. അറിയും, കെമിക്കലാണ്. അപ്പൊ അതൊന്നും ഇപ്പൊ ആരും കണ്ടുപിടിക്കണില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കലില്ല. ഇപ്പൊ വെസ്പിന് ഭക്ഷണം തിന്നണോ? അതിപ്പോ ഏത് പണ്ടാറായാലും വേണ്ട, തിന്നാം. കുറച്ച് ടേസ്റ്റ് കിട്ടണം, നാവിന് കുറച്ച് രുചി ഉണ്ടാവും. അതല്ല, പണ്ട് എന്ന് പറഞ്ഞാല് ഒരു മീൻകൊട്ട ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കിയാൽ മതി, ഇവിടെ വാസന വരും. ഇന്നത്തെ മീനിന് വാസന ഈച്ചുണ്ടോ മീനുമേ? ഇല്ല. ഈച്ചയ്ക്ക് പോലും ഇരിക്കാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അതല്ല ഇപ്പൊ നമുക്ക് ഷുഗർ, പ്രഷർ, പിന്നെ എന്താണ് ഇല്ലാത്ത അസുഖമൊന്നുമില്ല. രക്തം കട്ടിയായാല് കണ്ണ് കാണാതാവല്. ഇതാണ് ഇപ്പൊ 30-40 വയസ്സാകുമ്പോഴത്തേനൊക്കെ ഓരോരോ രോഗങ്ങളായില്ലേ? ഇല്ല. ശരിക്കും അമ്മമാരെ പാല് കുടിക്കലില്ല ഇപ്പത്തെ കുട്ടികള്. പെറ്റ് പ്രസവിച്ചാല് അവർക്ക് സമയമില്ല, ജോലിക്ക് പോവുകയാണ്. ശരീരമാണെങ്കിൽ കേട് വരും കുട്ടികൾക്ക് പാല് കൊടുത്താല്. ഇപ്പത്തെ പണ്ട് അതല്ല. പണ്ട് ഞങ്ങളൊക്കെ അമ്മമാര് കുമ്പിട്ട് ജോലി എടുക്കുമ്പോ അടി കൂടി പോയി കുടിച്ചു, കുട്ടികൾ പോയി കുടിച്ചു. ഇപ്പൊ കുടിക്കോ? കൊടുക്കില്ല. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഓരോ ദണ്ണങ്ങളും സൂക്കട് ആയിപ്പോയി. നമ്മൾ കുറേയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതെങ്കിലും നമ്മൾ പഴയ കാലത്തിലോട്ട് നമ്മുടെ ശരീരത്തിന് കേടില്ലാത്തതിലോട്ട് മാറുന്നതാണ് നല്ലത്. ഇതില് കട്ടൻ ചായ കാച്ചിട്ട്, ഈ ചായ കാച്ചിട്ട് അതില് ശർക്കര ഇട്ട്, പഴയ കാലത്ത് ശർക്കര അല്ലേ ഉള്ളൂ, പഞ്ചസാരക്ക് ആ വെള്ളത്തിന്റെ ചായന്റെ രുചി ഇന്ന് പഞ്ചസാര ചായക്കില്ല. പക്ഷെ ഇന്നത്തെ പഞ്ചസാര ശർക്കര ചായ പറ്റൂല. ഇന്ന് ശർക്കരയും പഞ്ചാരയാണ്. അതെ, ശർക്കരയിലും പഞ്ചസാരയാണ്. നമ്മള് കുറ്റം പറയല്ലോ, കുറ്റം പറയല്ല. അവരെ നമ്മളെ കുറ്റം പറഞ്ഞ ബുദ്ധിമുട്ടാ, നമുക്കൊന്നും കിട്ടാതാവും. അപ്പൊ ഈ മൺകാലത്തിൽ വെച്ചാൽ ഒരു കട്ടൻ ചായ വെച്ചാല് അതില് നമ്മള് ആ പൊടി ഊറ്റി അവിടെ എടുത്ത് വെച്ച് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. തണുത്താല് അതൊരു രുചി വേറെ പ്രത്യേക രുചിയാണ് ഉണ്ടാവും. നിങ്ങൾ നോക്കൂ. അതുപോലെ ഈ അൽമണി പാത്രത്തില്, സ്റ്റീൽ പാത്രത്തില് തണുത്ത ചായ കുടിച്ചാൽ പറ്റില്ല, ഛർദിക്കും. അപ്പൊ അത്രയ്ക്ക് കണ്ടീഷൻ അത്. അതുപോലെ ഒരു പച്ചവെള്ളത്തിൽ പാർന്നു വെച്ചിട്ട് വൈകുന്നേരങ്ങൾ നോക്കുള്ളൂ, ആ വെള്ളം കണ്ണീര് പോലെ ഉണ്ടാവും. അതിന്റെ അഴുക്ക് വലിച്ചെടുക്കാനുള്ള ഗ്യാരണ്ടി അതിനുണ്ട്. ഞാനിപ്പോ ഈ ഉണ്ടാക്കുന്ന ചട്ടികൾ എങ്ങനെയാലും ഒരു 10 ദിവസം പിടിക്കും ചൂളക്കേറ്റാൻ. ഇത് നമ്മള് തണലത്ത് വെച്ച് കാറ്റ് കൊണ്ട് ഉണക്കും അല്ലേ? ഉണക്കിയതിനു ശേഷമാണ് ചൂളക്കി വെക്കുക. ഫിനിഷ് ആയി വരുമ്പോഴത്തേക്ക് എത്ര ദിവസം എടുക്കും? 10 ദിവസം. 10 ദിവസം വരും. ഒരു ചട്ടി ആയിരുന്നാലും ഉണ്ടാക്കി ഫർണസിന്റെ അകത്ത് കയറണമെങ്കിൽ 10 ദിവസം. ഇത് ചുവന്ന മണ്ണ് അച്ഛൻ നേരത്തെ പറഞ്ഞു. ഇത് ചുവന്ന മണ്ണാണ്. ഇതിപ്പോ മണ്ണ് ഇതാക്കിയിട്ട് ഇതാ ഇപ്പൊ ഈ ചട്ടിയിൽ ഇങ്ങനെ ആക്ക്, ഇങ്ങനെയാണ്. അകത്തും പുറത്തും എല്ലാം പുറത്തൊക്കെ തേച്ച് ഇതിങ്ങി ഉണങ്ങണം. ഇനി ഒരിക്കൽ കൂടി ഉണങ്ങണം. ഇതിപ്പോ തേച്ച് വെച്ച് ഇനി ഇത് ഒരു തേക്കലും കൂടി തേക്കണം. നല്ല ഉണങ്ങിയിട്ട് ഒന്നും കൂടി തേച്ചിട്ട് വേണം ഇത് മിനുസപ്പെടുത്താൻ. ഈ കൊതുവലല്ലേ, ആദ്യം ചകിരി തുപ്പായിരുന്നു, ഇപ്പൊ കൊതുവല ഇറങ്ങിയപ്പോ
ആ കൊതുവലയിലിട്ട് ഇങ്ങനെ വെറുതെ മിനുസപ്പെടുത്തും. ആ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോരെ. ഇവിടെ വരണം, എനിക്ക് ഇരിക്കണം. ഇരുന്നാലേ അത് പണി നടക്കുള്ളൂ. ഇങ്ങനെ തേച്ചിട്ട് മിനുസപ്പെടുന്ന കണ്ടില്ലേ? അപ്പൊ ഈ പൊടി മേലത്തെ പൊടിമണ്ണൊക്കെ കൊണ്ട് പോകും. ഇത് ഇപ്പൊ ഒന്ന് തേച്ചില്ലേ, ഇപ്പൊ മിനുസപ്പെടുത്തില്ലേ, ഇനി ഒന്നും കൂടി ആ ചുവന്ന മണ്ണ് തേക്കും. എന്നിട്ടൊന്ന് ഉണങ്ങിയിട്ട് ഒരിക്കൽ കൂടി കഴിഞ്ഞാൽ ഇതേമാതിരി ഇതുപോലെ വരും അല്ലേ? ഇതിപ്പോ വെന്ത് കഴിഞ്ഞാല് ഇതേ കളറാവും. വെന്ത് വരുമ്പോ അത് ഇതിപ്പോ പച്ചയാണ്. ഇതിപ്പോ പച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ കനം കുറവുണ്ട്. അത് പോട്ടെ, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ ഇത് ഇതേ ലെവലില് ആയി കിട്ടും. ഈ കാണുന്നതാണ് നമ്മള് ഒരു കോട്ടും കൂടി ചെയ്തിട്ട് ഒരു കോട്ടും കൂടി അടിക്കും. എന്നിട്ട് ഫർണസ് കയറ്റുമ്പോഴത്തേക്കാണ് ഇതുപോലെ വരുന്നത് അല്ലേ? ഇതാണ് ഒറിജിനൽ കളർ. ഇത് തേച്ചിട്ടുമില്ല, ഒന്നുമില്ല, പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ ഒറിജിനൽ കളർ. ഇത് കുട്ടികൾക്കൊക്കെ പിന്നെ പെയിന്റ് ചെയ്തിട്ട് ചെറുപ്പത്തിലൊക്കെ ഒരു 10-60 കൊല്ലം മുന്നേ ഈ മണ്ണ് കൊടുന്ന് തേക്കലില്ല. ഒന്നാകെ പണിയെടുക്കുക, ഇതുപോലെ കൊടുക്കുക, ചുളയിൽ വെന്തിട്ടാണ് കൊടുക്കുക. അന്ന് മിനുസപ്പെടുത്തലില്ല. പിന്നെ മോഡൽ വന്നപ്പോ മിനുസപ്പെടുത്തൽ അടുത്തൊരു ഭംഗിക്ക് വേണ്ടി മിനുസപ്പെടുത്തി തുടങ്ങി. മറ്റേത് ഇരുന്ന് കരി പിടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മിനുസ് അതിന് വരാറുണ്ട്. ഈ മിനുസല്ലേ ഇതൊരു മാസം പിന്നെ അടുപ്പിൽ വെച്ച് പഴം കഴിഞ്ഞാൽ പിന്നെ കളറൊക്കെ മാറി, പിന്നെ വെറും മൺചട്ടി പോലെ ഉണ്ടാവും. ഇതിപ്പോ വിൽക്കാൻ നേരത്ത് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഇത് കൊടുത്താലും അതേപോലെ ആവുള്ളൂ. നമ്മള് ഇപ്പൊ തേക്കാൻ വെച്ച മണ്ണ് ഇതാണ്. ഈ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. ഈ പറമ്പിൽ നിന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ അരച്ച് ഇതിന്റെ ഇതാക്കിയിട്ട് ഇതേമാതിരി നെയ്സ് കൺമഷി പോലെ ആക്കിയിട്ട് നമ്മൾ അതിൽ തേച്ച് കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഊറ്റും. എന്നിട്ട് വേറെ കലത്തിൽ ഒഴിക്കും, ഇങ്ങനെ അരിച്ചൊഴിക്കും. അത് കൊറേ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അത് എടുക്കും. തരില്ലാതെ എടുക്കണം, തരി പറ്റൂല. നമുക്ക് ഈ ആവി കയറ്റി ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കാൻ പറ്റുമോ ഇതില്? ആവി കയറ്റി ഉണ്ടാക്കുന്ന പോലുള്ള പാത്രങ്ങൾ പൊട്ടിപ്പോകില്ലേ? ഇഡ്ഡലി പോലുള്ള സ്റ്റീം ചെയ്തെടുക്കുന്ന അത് നടക്കും. ഇപ്പൊ ഈ കുക്കർ എന്നൊക്കെ പറഞ്ഞല്ലോ, മണ്ണിന്റെ കുക്കറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ആ എയർ പോണ നോബില്ലേ, ആ നോബിലേറ്റ എയർ പോണോടത്ത് എന്തെങ്കിലും ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ്. ആ കുക്കർ പൊട്ടിപ്പോവും, പൊട്ടിത്തെറിക്കും. 100% പൊട്ടിത്തെറിക്കും മണ്ണിന്റെ. ഈ സ്റ്റീലിന്റെ തന്നെ ഇൻഡാലിയത്തിന്റെ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിലെ ആ ഇതില് കുടുങ്ങിയിട്ട്, ആ നോബില് ആ എയർ മോണയില് കരട് കുടുങ്ങിയിട്ട്. മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് അങ്ങോട്ട് പൊട്ടിയിട്ട് കറങ്ങലാണ് ഈ സാധനം. പൊന്തിയിട്ട് ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് കറങ്ങുക സാധനം. പക്ഷെ മണ്ണിന്റെ ആണെങ്കിൽ മൊത്തം അങ്ങോട്ട് പൊട്ടി ചെതറിപ്പോകും. പക്ഷെ എന്താ എല്ലാരും മണ്ണിന്റെ. പിന്നെ ആ സാധനത്ത് ഇഡ്ഡലിന്റെ കുഴപ്പമില്ല, ഇത് എയർ പോണ്ടേ. എയർ എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാല് കുക്കറും ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല. മണ്ണിലെ കുക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച സംഭവമാണ്. പ്രാക്ടിക്കൽ അല്ല അത്. അല്ല, മണ്ണരക്കുന്ന മെഷീനാണ്. നമ്മൾ ചാലു അടി 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 ഇങ്ങനെ അടിയിൽ വീഴും അല്ലേ? അപ്പൊ അരച്ച മണ്ണാണ്. ഇതുപോലെ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അവിടുന്ന് കൊണ്ടുവരുന്നത് നമ്മളിപ്പോ എവിടെ നിന്നാണ് ക്ലേ കൊണ്ടുവരുന്നത്, അത് ഇതുപോലെ ഇട്ട് അരച്ചെടുത്തിട്ട് അവിടെ വയ്ക്കും അല്ലേ? നനവ് വേണം. ഇങ്ങനെ കൈയിട്ട ഇങ്ങനെ വിരലിട്ടാൽ ഉള്ളു പോണ ലെവല് വേണം. അതുപോലെ വേണം അല്ലേ? ഉണങ്ങിയതൊന്നും പറ്റില്ല, ഉണങ്ങിയതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കവറിട്ട് മൂടി ഇടുന്നത് അല്ലേ? കാറ്റൊന്നും കൊള്ളാൻ പറ്റില്ല. കാറ്റൊക്കെ കൊണ്ടാ അപ്പം ഉണങ്ങും. ഇതിനൊരു പശ ഉണ്ടല്ലോ ഓൾറെഡി. അത് ഓൾറെഡി പശയുള്ള മണ്ണാണ്. അതുകൊണ്ട് അത് ഉണങ്ങും. ഇത് ഒറിജിനൽ നമ്മൾ പറയുന്നത് ചൈന ക്ലേ എന്നാണ്. അങ്ങനത്തെ ഒരു മണ്ണാണിത്. ഇതാണ് നമ്മളെ ചൂള. ഇതിലാണ് നമ്മൾ വറകും ചകിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചട്ടി വെക്കുന്നത്. നമ്മളിങ്ങനെ വെക്കല് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ ചകിരി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെക്കണ്ട. അങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഇത് വെക്കാറ്. ഇതിന്റെ ഉള്ളിൽ മൊത്തം അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ തിരുവനന്തപുരത്തേക്കുള്ള സാധനങ്ങളാണ് ചൂളയില് പൊട്ടിയതാണ്. ഇത് ഇങ്ങനത്തെ ഒരുപാടുണ്ടാവും. പൊട്ടിപ്പോയത് ഒരുപാടുണ്ട്. എത്ര നേരത്തെ കഷ്ടപ്പാടാണ് പൊട്ടുപോകുന്നല്ലേ? ഇതൊക്കെ ഏകദേശം ഒക്കെ പൊട്ടിയതാണ്. ഇവിടെയാണ് തീ കൊടുക്കാറ്. ചൂളേരെ ഇവിടെയാണ് തീ കൊടുക്കാറ് അല്ലേ? നോക്കണേ,
ഇവിടെയാണ് തീ കൊടുക്കാറ്. ഇവിടെ നമ്മൾ കുറേശ്ശെ തീ ഒരു 3-4 ദിവസം ചെറിയ ചൂടിൽ ഇങ്ങനെ പുകട്ടിട്ട് അങ്ങനെ പോകും. എന്നിട്ട് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കത്തിച്ച് കണ്ടിട്ടും ഒരു 36 മണിക്കൂർ 36 മണിക്കൂറുള്ള 36 മണിക്കൂർ കത്തിച്ചും കണ്ടിരിക്കില്ല, കത്തിച്ചും കണ്ടിരിക്കും. അതിന് ചകിരിയും വിറകും പിന്നെ തെങ്ങിന്റെ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ മെല്ലെ അങ്ങനെ ചൂടാക്കിയിട്ട് അവിടെ ചട്ടി ഈ ഓട്ടയിൽ കൂടി കൈയിട്ട് നോക്കും ചട്ടി ചൂടായിട്ടുണ്ടോ. ആ ചട്ടി ചൂടായാൽ പിന്നെ ഒന്നും കൂടി ലെവലാക്കിയിട്ട് നമ്മളിവിടുന്ന് കുറെ ഒരു 10-50 തേങ്ങനെ ചകിരി ഇട്ടിട്ട് അതിന് തീ കൊടുക്കും. തീ ചമ്മലതൊക്കെ കൊടുത്തിട്ട് തീ കൊടുക്കും. അപ്പൊ അവിടെ ഉള്ളിൽ ചകിരിക്ക് തീ പിടിച്ചാൽ ഒന്നായിട്ടാണ് തീ പിടിക്കുന്നത്. ഈ ഉയരത്തിന് ചട്ടി ഇടും ഇതിന്റെ മേലെ. ഈ ഉയരത്തിന് ചട്ടി ഇട്ടിട്ട് പിന്നെ വൈക്കോൽ ഇടും, ചകിരി വെക്കും. ചകിരി വെച്ചിട്ട് പിന്നെ ഇതിന്റെ മേലെ വൈക്കോൽ ഇടും. വൈക്കോൽ ഇട്ടിട്ട് പിന്നെ നമ്മള് ഇതുണ്ട് ചളിയുണ്ട്, പാടത്തെ ചളി കൊണ്ടുവന്നിട്ട് അടയ്ക്കും. ഫുള്ള് തേമ്പും. തേച്ചിട്ട് പിന്നെയാണ് അവിടെ അപ്പോഴേ ഇതിന്റെ ഉള്ളിൽ കൂടി പുക വരുള്ളൂ. മേലേക്ക് പുക പോകാൻ പാടില്ല. ചൂട് അതിന്റെ അകത്ത് നിക്കണം. ചൂട് നിൽക്കും. അപ്പൊ നമ്മൾ കൈ ഓട്ടെ കൂടി ഇങ്ങനെ കൈയിട്ടാല് ചട്ടിമ്മ ഇങ്ങനെ തൊട്ട് നോക്കും. ചൂടുണ്ടെങ്കിൽ ചൂടാവും. 3 ദിവസം ചൂടിട്ട 36 മണിക്കൂർ ചൂടിട്ടാല് ആവും. ആ ചൂടാവും. 36 മണിക്കൂർ എന്തായാലും വേണം മാക്സിമം. ചൂടില്ലെങ്കിൽ ചട്ടിയൊക്കെ എങ്ങനെ പൊട്ടും അറിയാം. ഇങ്ങനെ പൊട്ടും. ചട്ടി ചൂടില്ലെങ്കിൽ ഈ കോലത്തിൽ പൊട്ടും. ഇങ്ങനെ ഇത് ചട്ടി ചൂടില്ലായിട്ട് പൊട്ടിപ്പോരാ. അപ്പോഴും ഒരേ ചൂട് എപ്പോഴും കിട്ടണതില്ല അല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എല്ലാ ജനങ്ങളും നല്ല ചട്ടികളാണ് ഇത് കൊടുക്കുന്നത്. ഇനി എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഒന്നും ഞാൻ പറയാം. 95 39 50 72 15 എന്റെ ഫോൺ നമ്പർ. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഒരു 7 കിലോമീറ്റർ. അപ്പൊ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിനായിട്ട് നല്ലത് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ എന്താ അവർക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോവാം. തലക്കാട് പഞ്ചായത്തിൽ തിരൂര് എന്ന് പറഞ്ഞാൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ കോലൂപ്പാലം എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. വരണവർ വിളിച്ചിട്ട് വന്നോട്ടെ. എല്ലാ ചട്ടികളും കൊടുക്കും. എന്തായാലും തിരക്കിൽ ചേട്ടൻ ലോഡ് കയറ്റിക്കൊണ്ട് നിന്നപ്പോഴാണ് നമ്മൾ വന്നത്. കുറച്ച് പണിയൊന്ന് മുടങ്ങി. എന്നാലും കുഴപ്പമില്ല. അതപ്പോ ഞാൻ പണി വേറെ എടുത്തപ്പോ നമ്മളെ കാണിക്കുന്ന കൂട്ടത്തിൽ ആദ്യം ഇരുന്ന മണ്ണ് മൊത്തം തീർത്ത് പണി ചെയ്തു. ഓക്കെ ഏട്ടാ, വളരെ ഉപകാരം ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. ശരി, നമ്മളും എടുത്തോടത്തോളം കാലം ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അതെ